ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രോബെറി ഫാമിലാണ് നിൽക്കുന്നത്. നമുക്ക് നല്ല സൂപ്പർ സ്ട്രോബെറീസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അടുത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പുളിയാണ്, പക്ഷേ ഇവിടെ നല്ല മധുരമുള്ള കിടിലൻ സ്ട്രോബെറീസാണ്. പിന്നെ ഇതൊരു വലിയൊരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രോബെറീസൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇടുക്കിയിൽ വരുന്നവർക്ക് സൂപ്പർ ഒരു സ്പോട്ടായിരിക്കും ഇവിടെ. ആൻഡ് ഇവിടെ നിറച്ച് ഇവിടെ മഴ പെയ്താലാണ് നല്ല സ്ട്രോബെറീസ് കിട്ടുക. ഇപ്പോൾ ചെറിയ ഇച്ചിരി ഒന്ന് വലിപ്പം വെച്ചിട്ടേ ഉള്ളൂ. ഇത് 5-6 മാസം കൊണ്ടാണ് ഇത്രയും സ്ട്രോബെറിയിൽ ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെ തണുപ്പ് സമയത്തൊക്കെയാണ് കൂടുതലൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നിറച്ചുണ്ട്. നമുക്ക് ഫ്രഷ് ആയിട്ട് തിന്നാം. ഓ സൂപ്പർ. ഇപ്പോൾ ഇവിടെ ട്രെൻഡിങ് എന്ന് വെച്ചാൽ ഇതിലെ മുകളിൽ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കഴിക്കാനാണ്. നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറിയുടെ പൂവ് കണ്ടോ. പിന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ കായ ഫസ്റ്റ് നല്ല ഗ്രീൻ കളറായിരിക്കും. ഇതുപോലെ ഇതിൻ്റെ പൂവ് കണ്ടോ, സൂപ്പർ ഭംഗിയായിട്ടിരിക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല പഴുത്ത കുഞ്ഞും വലുതുമായിട്ട് ഇവിടെ നിറച്ച് സ്ട്രോബെറീസ് ഉണ്ട് കേട്ടോ. ഇത് താഴേക്ക് ഉണ്ട്. എല്ലാ പഴങ്ങളെയും വിത്ത് ഉള്ളിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ സ്ട്രോബെറി മാത്രം പുറത്താണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ വിത്ത് കണ്ടോ, നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ള ഇങ്ങനെ കുരുവൊന്നുമല്ല, ഇതിൻ്റെ ഈ ഒരു വിത്തല്ല നടുന്നത്. ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവരുന്ന തൈയൊക്കെയാണ് നടുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഇതെല്ലാം നോക്കി നടത്തുന്നത് ഈ മാമനാണ്. ഈ സ്ട്രോബെറിക്ക് ഒരു ദിവസം എത്ര കിലോ കാണും? ഇവിടെ വെച്ചിരിക്കുന്നത് 2000 തൈയാണ് വെച്ചത്. പക്ഷേ നമുക്ക് സാധാരണ കിട്ടുന്ന എങ്ങനെ പോയാലും 10 കിലോയ്ക്ക് കുറവില്ലാതെ കിട്ടും. 25 കിലോ വരെ കിട്ടിയിട്ടുമുണ്ട്. ഇപ്പം നിലവിൽ ഒരു 4 കിലോ 3 കിലോ വെച്ചാൽ കിട്ടുന്നത് ഉണ്ട്. അത് നിങ്ങൾക്ക് നശിപ്പിച്ചിട്ടുണ്ട്. അനിയുടെ ഇപ്പം അതാ ഈ പീൻസൊക്കെ നശിപ്പിച്ച് പോയതേ ഉള്ളൂ ഒരാഴ്ചക്ക് മുമ്പ്. ഇത് വരെ പോകും. ഇത് ഈ ഒരു മാമൻ്റെ ഫാമിൻ്റെ മുകളിലുള്ള കടയാണ്. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയും ബീട്രൂട്ടും പിന്നെ റാഡിഷ് പോലത്തെ ഒരു സാധനവും കിട്ടും. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ ഈ ഒരു വെളുത്തുള്ളിക്ക് നമ്മുടെ നാട്ടിലേക്കാളും ഗുണവും മണവും ഒക്കെ ഉണ്ട്. അതുപോലെ പാഷൻ ഫ്രൂട്ടിനും എനിക്ക് നാട്ടിൽ കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് അല്ല തോന്നിയത്. കുറച്ചും കൂടെ മധുരവും ടേസ്റ്റും ഒക്കെ ഉള്ളതാണ്. ഞാനിനി എൻ്റെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കട്ടെ. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ടാറ്റാ.